എന്തൊക്കെയുണ്ട് ചാണ്ടി? നല്ല വിശേഷം. പൂർണ്ണ? അതെ, ഞാൻ ഇതുവരെ വലിച്ചു തള്ളിയ ഫോറിൻ ഷെയറിന്റെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പക്ഷെ അതിനൊന്നും ഈ തെറുപ്പ് പിടിയുടെ ടേസ്റ്റ് ഇല്ല. എന്താ എല്ലാരും പകച്ചു നോക്കുന്നത്? ഞാൻ നിങ്ങളുടെ പഴയ തലയെക്കെട്ട് രായപ്പൻ തന്നെ. ദുബായിൽ പോയി ഒരു വലിയ കോടീശ്വരനായെന്ന് കരുതി പഴയതൊന്നും മറക്കുന്നവനല്ല ഞാൻ. ഇപ്പൊ തന്നെ ഫ്ലൈറ്റിൽ വരുമ്പോ ഒരു സംഭവം ഉണ്ടായി. എന്റെ അടുത്തിരുന്ന ഒരു കൊച്ചുകുട്ടി രാജുമോൻ, അവൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ അച്ഛൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു വയൽ നികത്തിയ പുത്തൻ വീട്ടിൽ അച്ഛൻ്റെ മകൻ രാഘവനാണ് എന്റെ അച്ഛൻ. യെസ്, ഐ ആം എ രാജപ്പൻ, ആൻ ഓർഡിനറി രാജപ്പൻ വിത്ത് റൈബ് ആൻഡ് കൂളിംഗ് ഗ്ലാസ്. എവിടെയാണ് നമ്മുടെ അപ്പി? അവൻ ആരോടെങ്കിലും പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടാവും. പരസ്പര ബന്ധമില്ല? പ്രശ്നം എന്താ? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞിറങ്ങിയ എന്നിട്ട് ഇന്ന് ന്യായം പറയുന്നു. ഇതാണ് പ്രശ്നം. നീ വരാൻ പോണ മാസത്ത് പോലെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു മാരുതി കാർ 100 മൈൽ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു, ഒരു അംബാസിഡർ 120 മൈൽ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. കംപ്ലീറ്റ് ജനങ്ങൾ തരിച്ച് നോക്കി നിൽക്കാൻ. എന്റെ പൊന്ന് ചേട്ടാ, മാരുതിക്കാർ കോട്ടയത്തേക്കും പോയി, അംബാസിഡർ എറണാകുളത്തേക്കും പോയി. അല്ല, എറണാകുളത്ത് ഇപ്പൊ സ്ഥലത്തിന് എന്ത് വില എന്ന് വിചാരിച്ച്? പണ്ട് 5000 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 2 ലക്ഷം രൂപ കൊടുക്കണം. അല്ല, രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ വിദേശ നാണയത്തിന് ഡിമാൻഡായി. ജീവിക്കണി നമ്മൾ വിദേശത്ത് തന്നെ ജീവിക്കണം. എന്റെ പൊന്ന് ചേട്ടാ, അവിടുത്തെ കുട്ടികളോട് ഇംഗ്ലീഷിൽ സംസാരിക്കണത്. ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ട്? 26. മലയാളത്തിലോ? 56. അപ്പൊ 56 26 പോയാ 30 എന്ന് പറയുമ്പോ ഒരു മാസത്തിൽ 30 ദിവസം. അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. അങ്ങനെ ആകുമ്പോ ഒരു വർഷത്തിൽ 365 ദിവസം. സംഭവം ആകെ കുഴയും. ഒന്ന് നിർത്തോ. എന്താ പ്രശ്നം? പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നമൊന്നോ? എന്ത് ബന്ധമാണ് ചേട്ടൻ പറയണത്? എന്റെ പൊന്നു ചേട്ടൻ, ബന്ധത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഈ ബന്ധം സ്വന്തം എന്നൊക്കെ പറഞ്ഞ മിഥ്യല്ലേ? എനിക്കുണ്ട് കുറെ ബന്ധുക്കാര് കോതമംഗലത്ത്. എന്റെ ഒരു അമ്മാവനാണ് മിലിറ്ററിക്കാരനാ. മിലിറ്ററിക്കാരുടെ പവറാണ് പവർ. എന്റെ പൊന്നു നീ പോന്നാ? ഞാൻ കുറച്ചും പോന്നല്ലോടാ. അപ്പിക്കോട്ടെ, എന്താടാ പ്രശ്നം? ഒരു ചെറിയ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കിയതാ, വലിയ പ്രശ്നമായി. നീ പോന്നു? എടാ, ഇപ്പൊ വന്നേ ഉള്ളൂ. നീ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലേ ഇവന്മാര് ഇടിച്ചെന്റെ കൂമ്പ് കളിക്കാൻ. അതെ, ഇടി എന്ന് പറഞ്ഞല്ലോ, സൂപ്പർ ഇടി. മോഹൻലാലിന്റെ പോലെ സൂപ്പർ. അല്ല, സൂപ്പർമാൻ മരിച്ചറിഞ്ഞാ? നിർത്തടാ, അല്ലെങ്കിൽ അടുത്ത അടി കിടക്കും. എടാ അപ്പി, പണക്കാരനായ എന്റെ വരവ് പ്രമാണിച്ച് ഓണോ ക്രിസ്മസ് ഈസ്റ്റർ വരെ നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഈ സന്തോഷവേളയിൽ ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള വാക്ക് പാലിക്കുകയാണ്. ഇതാ നിന്റെ വിസ. ഒരാഴ്ചക്കകം നീ ഗൾഫിലേക്ക് പറഞ്ഞു. അവിടെ എന്ത് പണി? എനിക്ക് ഇവിടെ എന്ത് പണിയാ നിനക്ക്? കാർപെന്റർ. അവിടെ കാർ പെയിന്റർ. രണ്ടും തമ്മിൽ നല്ല ചേർച്ചയാ. പിന്നെ നീയും എന്നെ പോലെ വലിയ കോടീശ്വരനാവുമ്പോ ഈ പാവം പിള്ളേരെയും കൈ പിടിച്ചു ഉയർത്തി എന്നെയും ചവിട്ടി മെതിക്കരുത്. ഒരിക്കലില്ലടാ. ഞാൻ ഗൾഫിൽ പോയി വലിയൊരു കോടീശ്വരനായി തിരിച്ചു വരുന്നു. നീ ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്ത് പൊളിഞ്ഞ് കുത്തുപാളെടുത്ത് വലിയൊരു പിച്ചക്കാരനാകുന്നു. അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഈ പിച്ചക്കാരൻ ഒരു തെരുവിലൂടെ പിച്ചയെടുത്ത് നടക്കുന്നത് ഫോറിൻ കാറിൽ വരുന്ന ഞാൻ ഈ ഗൾഫുകാരൻ കാണുന്നു. വേണമെങ്കിൽ എനിക്ക് നിന്നെ കണ്ട ഭാവം നടിക്കാതെ പോവാം. പക്ഷെ ഞാൻ വണ്ടി നിർത്തും. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒരു 100ന്റെ നോട്ടെടുത്ത് നിന്റെ പിച്ചപാത്രത്തിൽ ഇട്ട് തരും. ആര് ചെയ്യണം അങ്ങനെയൊക്കെ? അതാണ് അപ്പിക്കുട്ടൻ. എന്റെ കൂളിംഗ് ഗ്ലാസ് എടാ, വെറുതെ ആണോടാ നീ നന്നാവാത്തത്? നന്നാവണെങ്കിലേ ബൂസ്റ്റ് കഴിക്കണം. ബൂസ്റ്റ് ഈസ് ദ സെക്രട്ടേറിയറ്റ് ഓഫ് മൈ എനർജി എന്ന് TV പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? TV ഓൺ ചെയ്താൽ ഇപ്പൊ പരസ്യം മാത്രമേ ഉള്ളൂ. TVക്കൊക്കെ ഇപ്പൊ എന്താ വില? അല്ല, പ്രോഡക്റ്റ് ചെലവാവണമെങ്കിൽ പരസ്യം വേണം. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ഏത് മതിലേലും നോക്കിയാലും പരസ്യം പതിക്കരുത്, പരസ്യം പതിക്കരുത് എഴുതി വെച്ചിരിക്കുകയും ചെയ്യും. ഞാൻ അടിച്ചെന്ന് നിനക്ക് ഫീൽ ചെയ്തോ? ഞാൻ നിങ്ങളുടെ പഴയ രായപ്പനല്ലേടാ. ഒരിക്കൽ പട്ടാപ്പാതിരയ്ക്ക് കള്ളവണ്ടി കയറി നാട് വിട്ടവനാ ഞാൻ. അല്ല, നാട്ടിൽ നിന്ന് ഓടിച്ചത് തന്നെ. ഒത്തിരി അനുഭവിച്ചു, ഒരുപാടുണ്ടാക്കി, സർവ്വതും നേടി. നന്ദിയും കടപ്പാടുമെല്ലാം ഒരാളോട് മാത്രം, കേശവനോട്. ഹെഡ് കോൺസ്റ്റബിൾ കരടി കേശവൻ. അയാളിപ്പോ ഹെഡ് കോൺസ്റ്റബിൾ അല്ല, SI. അതെ, റിട്ടയർ ചെയ്യാൻ 1 വർഷമുള്ളൂ. അപ്പോഴാ പ്രൊമോഷൻ കിട്ടിയത്. ഗുഡ്. അയാൾ ഉയരട്ടെ, ആകാശം മുട്ട വളരട്ടെ. എങ്കിലേ ഒപ്പത്തിനൊപ്പം നിന്നുള്ള എന്റെ പ്രതികാരത്തിന് ഒരു സ്കോപ്പ് ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അന്ന് രാജാവിന്റെ മകൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ അയാൾ എന്നെ തൂക്കിയെടുത്തോണ്ട് പോയത്?
അയാളുടെ മോൾ അഞ്ജുവിന് ഒരു ചെറിയ പ്രേമലേഖനം കൊടുത്തതിന് കിട്ടിയ ശിക്ഷ. ആ ഇടിയുടെ വേദന ഇപ്പോഴും ഈ മുതുകിലുണ്ടടാ. ആ വേദന മാറണമെങ്കിൽ എന്റെ പ്രേമ നിഷ്കരണം തള്ളിക്കളഞ്ഞ അയാളുടെ മകൾ അഞ്ജുവിന് എനിക്ക് കെട്ടണം. കല്യാണം കഴിച്ച് അയാളുടെ മകളെ ജീവിതകാലം മുഴുവൻ പോറ്റുന്നതാണോ നിന്റെ പ്രതികാരം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഈ രായപ്പൻ തിരിച്ചു വന്നത് തന്നെ അതിനു വേണ്ടിയാ. അപ്പൊ മണിയോ? മണി ഒരു പ്രശ്നമേ അല്ല, ഇഷ്ടം പോലെ വരി അറിയാം. ഇത് ആ മണിയല്ല, മണികണ്ഠൻ, അവളുടെ മുറച്ചെറുക്കൻ. ശരിയാ, അവളെ മാത്രമേ കെട്ടൂന്ന് 1000 വട്ടം കുന്നുകുഴി കവലെ വെച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചവനവൻ. അതൊന്നും ഒരു തടസ്സാവില്ല. ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാലേ അവനെ കൊണ്ട് കെട്ടിക്കുമെന്ന് കരടി കേശവന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കല്യാണം പ്രൊസീഡ് ചെയ്തു. രാജപ്പൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ കണ്ടില്ല. ഇത്തിരി കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഞാൻ കേട്ടു. ഇത്തിരി കാശ? കോടീശ്വരൻ, കോടീശ്വരൻ. അവനിട്ടിരിക്കുന്ന പാന്റ് ഷർട്ട് എന്തിനും അണ്ടർവെയറിന് 1 ലക്ഷങ്ങളെ വില. നേരോ? ഓവർ ആകരുത്. നീ എന്ത് പറയണ? എന്റെ പൊന്നു സാറ്, ഞാൻ നുണ പറയണതല്ല. 1992 ഞാനും രാജപ്പനും കൂടി ഷർട്ട് എടുക്കാൻ പോയി. ഷർട്ടിന് എന്താ വില എന്നറിയോ? 300 രൂപ 90 പൈസ. അന്ന് ഇത്തിരി ധൃതി ഉള്ളതുകൊണ്ട് ഇട്ട് നോക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോലെ ഭയങ്കര ഇറക്കം. ഇറക്കത്തിൽ ഞാൻ സാധാരണ ന്യൂട്രലിൽ പോകാറല്ലോ. ഞാൻ നോക്കുമ്പോഴാ എന്റെ ഓപ്പോസിറ്റ് ലോറി ചീറി പാഞ്ഞു വരുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴോ ഒരു ബസ്. എന്റെ പൊന്ന് സാറേ, രണ്ടും കൂടി കൂട്ടിമുട്ടി. അയ്യോ. ഓൺ ദി സ്പോട്ടിൽ 20 പേര് വേറെ ബസ് കയറി പോയി. ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. നമ്മൾ യാത്ര ചെയ്യണേ കാറിൽ യാത്ര ചെയ്യണം. ഇന്ത്യയിലൊക്കെ ഇപ്പൊ എത്ര തരം കാറുകളുള്ളത്? ഇന്ത്യയിലൊരു കാറുണ്ട് കമലഹാസന്റെ. എന്താ പെർഫോമൻസ്! നിർത്തിക്ക്. ഇവിടെ വിഷയം രാജപ്പൻ പണക്കാരനായതാ. എന്താ രാജപ്പൻ പണക്കാരനായത്. അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. രാജപ്പന്റെ സമ്പാദ്യം മുഴുവൻ നാടി അക്കൗണ്ടിലല്ലേ? നാരിയൊക്കെ ഉണ്ടോ? നാറി അക്കൗണ്ട് അല്ല സാറേ, NRI അക്കൗണ്ട്. NRI, ആ. പിന്നെ സ്വന്തമായിട്ട് 3 ഫ്ലൈറ്റ്. 3 ഫ്ലൈറ്റോ? ഫ്ലൈറ്റ് അല്ല, ഫ്ലാറ്റ്. ഓ, ആ. ഫ്ലാറ്റ്. പിന്നെ കാറിന് കാറ്, പെണ്ണിന് പെണ്ണ്. പെണ്ണോ? പെണ്ണിന് പെണ്ണല്ല, പൊന്നിന് പൊന്ന്. അറബിയില് പൊന്നിന് പെണ്ണെന്ന് പറയാ. രാജപ്പന് ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട്. എല്ലാം കൊമ്പത്തുന്ന. അതിനൊന്നും കാര്യമില്ലല്ലോ. എന്തു പറ്റി? രാജപ്പന് ഇഷ്ടപ്പെടണ്ടേ? തുറന്നു പറയാലോ സാറേ, രാജപ്പന്റെ മനസ്സിൽ പെണ്ണിനെ കുറിച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുണ്ട്. പെണ്ണിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സാറിനെ പോലെ തന്റേടി ആയിരിക്കണം. ഒരു സർക്കാർ ജോലിക്കാരനാകണം. കുറഞ്ഞ പക്ഷം ഒരു പോലീസുകാരനെങ്കിലും ആയിരിക്കണം. അയ്യേ, ഞാനെന്ത് മണ്ടരാ? അയ്യേ 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 അയ്യേ, സാർ പോലീസുകാരനല്ലേ? അതെ. സാറിനൊരു മോളില്ലേ? ഉണ്ടല്ലോ. തോമസ് കുട്ടി, നമുക്ക് ഇത് ആലോചിച്ച പോരെ? മതിയല്ലോ. എന്തൊരു ബുദ്ധി! എനിക്ക് യാതൊരു സമ്മതക്കുറവുമില്ല. തൃപ്തിയാ. ഒന്നിങ്ങ് വന്നേ. കേട്ടു വാ. കേട്ടോടി പങ്കി, നമ്മുടെ രാജപ്പൻ നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? എന്റെ മോടെ കെട്ടു നടത്താനുള്ള പുറപ്പാടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലടാ. മതി, ചത്തിട്ട് മതി. 2 or 3 ദിവസം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. അങ്ങനെ എന്റെ കാറ്റ് പെട്ടെന്ന് പോകുന്നു നീ കരുതണ്ടടാ. അയ്യോ അച്ഛാ, കാറ്റ് പോയോ? ഇല്ലടാ. നിങ്ങൾ എന്താ അച്ഛനെ കൊല്ലാൻ പോവാണോ? ദേഷ്യം വന്ന അച്ഛന് വലിയ കൂടുതൽ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മോൾ ഇതൊന്നും സമ്മതിക്കില്ല. അവർക്ക് മണിയണ്ടനെ മതിയെന്ന വാശിയില്ല. എടീ, വേലയും കൂലി ഇല്ലാത്ത ഒരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് 10 പലതും ഇല്ലടി. നിങ്ങളുടെ പങ്കക്ക് വാക്ക് കൊടുത്തത് ഞാനല്ല. ഓ, സാരമില്ല. അവന് സർക്കാർ ഉദ്യോഗം കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ പെണ്ണു കൊടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവനത് കിട്ടുകയുമില്ല, ഞാനത് നടത്തുകയും ചെയ്യും. ആ പിന്നെ സമയം കളയാതെ നീ നിന്റെ മോളെ കാര്യവിവരത്തിനൊന്ന് ഗുണദോഷിക്ക്. എന്തു വില കൊടുത്തിട്ടാണെങ്കിലും രാജപ്പനെ ഞാനിവിടെ പെണ്ണ് കാണാൻ വരുത്തും. അകത്തെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞങ്ങള് രാജപ്പനെ ഇപ്പൊ തന്നെ വരുത്താം. ഇപ്പോഴോ? ഇപ്പൊ രാജപ്പ, വരണം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു 5 വർഷമായല്ലേ? മോനെ, നീ പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. അതല്ല, ഈ തിരക്ക് പിടിച്ച ബിസിനസ്സിനിടയിൽ ഒരു ദുസ്വപ്നം പോലെ ഞാൻ എന്നേ മറന്നു. വരൂ. ഇരിക്കു മോനെ, ഇരിക്ക. ചോദിക്കുന്നതിൽ ഒന്നും തോന്നരുത്. ഇത്രയും പെട്ടെന്ന് ഇത്രയും കാശുകാരനാവാൻ അവിടെ എന്ത് ബിസിനസ് ചെയ്തിട്ടാ? പലരുടെയും ജീവിതത്തിൽ ഉയർച്ച പെട്ടെന്നായിരിക്കും. സാധാ പോലീസുകാരൻ സാറിപ്പോ സബ് ഇൻസ്പെക്ടറായി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാനൊരു കോടീശ്വരനുമായി. അന്ന് നാട് വിട്ടോ ഞാൻ ചെന്നിറങ്ങിയത് അലയില്ല അലഞ്ഞിരിഞ്ഞു കുറച്ചാലോ. അവിടുന്ന് ഖത്തറിലെത്തി അത്തർ കച്ചവടം തുടങ്ങി. പിന്നെ മസ്കലിലെത്തി ബിസ്ക്കറ്റ് കച്ചവടം തുടങ്ങി. പിന്നെ 2-3 കിണറൊക്കെ വാങ്ങി പെട്രോൾ കച്ചവടമൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഈയിടെ ദുബായിൽ വെച്ച് ഒന്നുകൂടെ കമ്പ്യൂട്ടേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ലേഡീസ് സ്റ്റോറിൽ കയറി. അവിടെ വെച്ചൊരു കൊച്ചുകുട്ടി രാജ്മോൻ എന്നോട് ചോദിച്ചു. അത് ഫ്ലൈറ്റ് വെച്ചല്ലേ? അത് വേറെ രാജ്മോൻ, ഇത് വേറെ. ഏത് രാജമോൻ? അല്ല, രാജുമോൻ എന്താ ചോദിച്ചേ? അങ്കിളിന്റെ അച്ഛൻ ആരാണെന്ന്.
ഞാൻ പറഞ്ഞു വയൽ നികത്തിയ പുത്തൻ വീട്ടിൽ അച്യുതന്റെ മകൻ രാഘവനാണ് എന്റെ അച്ഛനെന്ന്. യെസ്, ഐ എം എ രാജപ്പൻ, ആൻ ഓർഡിനറി രാജപ്പൻ. മൈ ഫോൺ നമ്പർ ഈസ് 2255. എടി പങ്കി, മോളെ ഇങ്ങോട്ട് വിളിച്ചേ. ഞാൻ വരില്ല വരില്ല വരില്ല. മോളെ, നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്നെ നിർബന്ധിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇനി എല്ലാവരെയും മുന്നിൽ വെച്ച് നീ നിന്റെ അച്ഛന്റെ വില കളയണ്ട. പെണ്ണ് കാണുന്നതല്ലേ ഉള്ളൂ, ആരില്ല. എന്റെ ചിതയ്ക്ക് കൊള്ളി വെക്കേണ്ടവനാ എന്റെ കൊച്ചുമോൻ മണികണ്ഠൻ. ഞാൻ അവനെ കൊണ്ടേ നിന്നെ കെട്ടിക്കൂ. മുത്തശ്ശ, മോളി ചെല്ല്. മോളെ, ഈ വേഷമൊക്കെ ഒന്ന് മാറണ്ടേ? ഈ കോലത്തിൽ എന്നെ കണ്ടാ മതി. മോളെ, ചായ. അങ്ങോട്ട് കൊടുക്കുമോളെ. സോറി കേട്ടോ. എന്താ മോളെ ഇത്? വേഗം പോയി ചായ എടുത്തൊന്ന് വാ. അന്ന് ഷേക്ക് നേരിട്ട് ഇടപെട്ടല്ലേ പ്രോബ്ലം സോൾവ് ചെയ്ത്. ആണോ? ആ, പിന്നെ കൊടുക്കുമോളെ. അയ്യോ, എന്റെ മോടെ ഒരു ഭാഗ്യമേ. ചായ എങ്ങനുണ്ട്? ഗുഡ് ഗുഡ്. ഇതുപോലെ ഒന്നുകൂടെ കിട്ടുമോ? നോക്കി നിൽക്കാതൊന്നും എടുത്തോണ്ട് വാ മോളെ. അവളുണ്ടാക്കിയതാ. എന്തോ ഒരു കൈപ്പുണ്യം അറിയാവോ? എനിക്ക് കുടിച്ചപ്പോഴേ തോന്നി. ആ, വാ മോളെ. അങ്ങോട്ട് ഒഴിച്ച് കൊടുക്ക്. അയ്യോ, അറിയാതെ. ഛേ, എന്തു പറ്റി നിനക്ക്? പോകത്ത് പോകാൻ. സോറി രായപ്പാ. ഓക്കെ, നോ പ്രോബ്ലം. എനിക്ക് നമുക്ക് ഇറങ്ങാം. അതെ, നിനക്ക് പെണ്ണിനോട് പേഴ്സണൽ ആയിട്ട് വല്ലതും സംസാരിക്കാണ്ട്? അയ്യോ, ഞാനൊന്ന് മറന്നു. ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെ. കൊള്ളാം. ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണോ? അകത്തോട്ട് ചെന്നാട്ടെ. ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരുന്ന നിന്റെ കയ്യിൽ ഒരു കൊച്ചു ലവ് ലെറ്റർ തന്നത്? അതിപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഗിന്നസ് ബുക്കിൽ കൊടുക്കാനാ. ആഹാ. ഒരു പേജിൽ തന്നെ 250 അക്ഷരത്തെറ്റാ. ലോക റെക്കോർഡല്ലേ? ഈ വലിയ നിലയിലും അക്ഷരത്തെറ്റിൽ അത് എഴുതാൻ പഠിച്ചോ? അത് പിന്നെ ബറോഡ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA എടുത്തിട്ടല്ലേ ഞാൻ നേരെ ഗൾഫിലേക്ക് പോയത്. അതൊക്കെ പോട്ടെ. വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശില്പം പോലെ ഇരിക്കുന്ന 100 കണക്കിന് റഷ്യൻ സുന്ദരിമാർ ദുബായിൽ വെച്ച് എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ പുഷ്പം പോലെ തട്ടിമാറ്റി. അതെന്താണ് ചോദിക്കേ? ചോദിക്കാതെ തന്നെ എനിക്കറിയാം. എന്താ? രാജപ്പന്റെ മനസ്സ് നിറച്ച് ഞാനായിരുന്നു. കറക്റ്റ്. എന്നാലേ എന്റെ മനസ്സ് നിറയെ എന്റെ മുറിച്ചടക്കം മണിയാണ്ടനാ. നില്ലേ ഈ മറുപടി ഞാൻ പ്രതീക്ഷിച്ച. അതുകൊണ്ട് ഞെട്ടലും ഇല്ല. പെണ്ണ് കാണാൻ വന്ന എന്നെ നീ ഇൻസൾട്ട് ചെയ്ത മനഃപൂർവ്വമാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഒന്നോർത്തോ, നിന്റെ കഴുത്തിലൊരു മിന്നിന്റെ യോഗമുണ്ടെങ്കിൽ അത് കെട്ടുന്നത് വയൽ നേത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ ഈ രാജപ്പനായിരിക്കും. അങ്കിൾ, ഇനി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. കല്യാണത്തിന് എപ്പോ വേണേലും ഞാൻ റെഡി. അപ്പൊ വൈദ്യം കൽപ്പിച്ചതും ചിക്കൻ ഫ്രൈ, രോഗി ഇച്ഛിച്ചതും ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ പോലെ. ചിക്കൻ ഫ്രൈ അല്ലടോ, പാല്. അതെ, പാല്. പിന്നെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ല. ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഗൾഫിലേക്ക്. അതെ, സാറിന് ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ? അതെ. സാറിന് ഭാഗ്യമില്ലാണ്ടായി പോയി. അല്ല, ഞാനും ഇവനെ പോലെ ഗൾഫിലൊക്കെ പോയിട്ട് വലിയ കോടീശ്വരനായിട്ട് തിരിച്ചു വരുമ്പോഴേ അപ്പൊ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അല്ല, സാറ് വിഷമിക്കണ്ട, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഇനിയും സമയമുണ്ടല്ലോ. നോക്കാം. പോട്ടെ. നടക്ക് പോട്ടെ. ഞാൻ കുറച്ച് ഓവറായോ?